അതെ, എന്തായി കാണിക്കുന്നത്? നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത് ഇഷ്ടമായിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ ലോകത്തിൽ ഒരു പെണ്ണ് സുന്ദരിയാണെങ്കിൽ അവളെ ആണ് ആസ്വദിക്കുക തന്നെ ചെയ്യും. അതെ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭാര്യയാണ്. അതുകൊണ്ടെന്താ ഫ്രണ്ടിന്റെ വൈഫിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ലെന്നാണോ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം ഇല്ലാത്തപ്പോ വീട്ടിൽ വന്ന് ഇങ്ങനെ തെറ്റായി സംസാരിക്കുന്ന ഒന്നും അത്ര ശരിയല്ല. ഇന്നാ ഈ ചായ കുടിച്ച് പുറപ്പെടാൻ നോക്ക്. ദയവ് ചെയ്തിനി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഛേ. ഈ ചായ പോലും നിന്നെ പോലെ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ നീ ഇത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നോട് ഇതുപോലെ സംസാരിക്കരുതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നോക്ക്, എന്താന്നറിയില്ല, നിന്നെ കണ്ട ആ നിമിഷം മുതൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് 1 മണിക്കൂറെങ്കിലും നിന്റെ കൂടെ ജീവിക്കണം. നീ ഓക്കെയാണോ? നന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അതെ, ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. എണീക്ക്. ഏയ്, കൂൾ കൂൾ. ഞാൻ എന്തുമാത്രം സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആണെങ്കിൽ എന്റെ മുഖത്തടിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഇപ്പൊ മര്യാദയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇതാ നിങ്ങൾക്ക് ലാസ്റ്റ് വാണിംഗ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കേ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഹലോ, പറയുമോളെ, സുഖം തന്നെയല്ലേ? ആ, എനിക്ക് സുഖം തന്നെ അമ്മേ. അമ്മേ, എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അമ്മ എനിക്ക് കറക്റ്റായ ഒരു സൊല്യൂഷൻ തരണം. പ്രധാനപ്പെട്ട കാര്യോ? എന്താ മോളെ, എന്താ കാര്യം? ഒന്നുമല്ല, ഞാൻ കുറച്ച് ദിവസമായി ഒരു ചെറിയ പ്രോബ്ലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അമ്മ തരുന്ന ഉപദേശത്തിനനുസരിച്ചാണ് അടുത്തത് ഞാൻ തീരുമാനിക്കുന്നത്. അമ്മേ, എന്റെ ഭർത്താവ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നു. പിറ്റേ ദിവസം അയാൾ വീട്ടിലേക്ക് വന്ന് എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോണ്ട് പോയി ഫോൺ ചെയ്യാൻ ആരംഭിച്ചു. ഇന്നാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലാത്തപ്പോ വന്ന് ശല്യം ചെയ്യുന്നു. ഞാൻ എന്റെ ഭർത്താവിനോട് ഇന്നലെ സംഭവിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അതൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ നല്ലവനാണ്, അവനെപ്പറ്റി തെറ്റായി പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് സംഭവിച്ച കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുമെന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അമ്മേ. അങ്ങനെയാണോ? ഇത് നോക്ക്, അവൻ എന്ത് വിചാരിച്ചാലും സാരമില്ല. അവൻ വന്ന ഉടനെ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ കാര്യം അങ്ങ് പറഞ്ഞേക്ക്. ഒരുപക്ഷെ നീ പറയാതിരുന്നാൽ അവൻ എങ്ങനെയെങ്കിലും ഇത് അറിയാനിടയായാൽ ആവശ്യമില്ലാതെ അവൻ നിന്നെ സംശയിക്കും. അതുകൊണ്ട് അവൻ വന്ന ഉടനെ എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞേക്ക്. ആ, ശരി അമ്മേ. ശരി.
അതെ, എന്തു പറ്റി? എന്താ ഒരു ക്ഷീണം പോലെ? എന്താ ദേഹത്തിനൊരു സുഖല്ലേ? അങ്ങനെയൊന്നുമില്ലെന്നേ. നോണ പറയില്ലേ? നിന്റെ മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ. ഉള്ള കാര്യം തുറന്നു പറയേ. എന്താ പറ്റിയേ? എന്താ പനിക്കുന്നുണ്ടോ? നിന്നോടല്ലേ ചോദിക്കുന്നത്? വാ, ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. അല്ലെങ്കിൽ ഗുളിക എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരട്ടെ? വേണ്ടെന്നേ, എനിക്ക് അസുഖമൊന്നുമില്ല. അതെ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്ന? പറയേ. അതെ, ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങളങ്ങ് വിശ്വസിക്കല്ലോ. എടി, എന്താ നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാറില്ലേ. ശരി, എന്താ കാര്യം പറയേ. ഇന്നും നിങ്ങളുടെ ഫ്രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ശരി. എന്നോട് വീണ്ടും തെറ്റായിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു. അവനോ? എടി, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്താ എപ്പോ നോക്കിയാലും അവനെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ ശരിക്കും നല്ലവനാ. നിനക്കെന്താ അവനെ കണ്ടാൽ മാത്രം അങ്ങനെ തോന്നുന്നത്? ഞാൻ അയാളെ പറ്റി എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നിങ്ങൾ ചോദിച്ചപ്പോ ഞാനൊന്നും പറയാതിരുന്നത്. നിങ്ങൾക്ക് ഭാര്യയെക്കാളും ഫ്രണ്ടിനെയാണ് കൂടുതൽ വിശ്വാസം അല്ലേ? എടി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? എന്നും നിങ്ങൾ ഓഫീസിൽ പോയ ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടു വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാലോ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം അയാൾ ശരിയല്ലെന്ന് ഇതിനോടകം പറഞ്ഞിട്ടുള്ളതാ. ശരി, ഇപ്പൊ എന്താ ചെയ്യാ പറയ്. എന്താ ചെയ്യേണ്ടെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഹായ്, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അകത്തേക്ക് വരട്ടെ? എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞതിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയായിരുന്നു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അതെന്താ? ഞാൻ വീണ്ടും പറയണം, നിന്നെ എനിക്ക് വേണം. നീ ഇതിന് സമ്മതിച്ചില്ലേൽ ഞാൻ ഇനി ജീവിക്കുന്നുണ്ട് യാതൊരു പ്രയോജനമില്ലാതായി പോവും. ദയവ് ഇതൊന്ന് മനസ്സിലാക്ക്. നോക്ക്, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ കാര്യം ആരും അറിയാതെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഇന്നലെ നിങ്ങളോട് അത്രത്തോളം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇനിയും എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അളിയ, ഈ ആഴ്ച നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? വീട്ടിലുണ്ടെന്നുള്ള കാര്യം എന്നോട് പറയാറുന്നല്ലോ. എന്താ അതൊക്കെ? നീ നല്ലവനാണെന്ന് വിചാരിച്ചപ്പോ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ? ഞാനൊന്നും കാണിച്ചില്ലടാ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ എന്താ ചെയ്തേ? നിന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചത് പോലുമില്ല. പക്ഷെ നീ ഇത്രയും മോശക്കാരനായല്ലോ. നിന്നെയൊക്കെ ഫ്രണ്ടെന്ന് പറയാൻ നാണം തോന്നുന്നു. കുറെ കൊല്ലദേശം ഞാൻ നിന്നെ മീറ്റ് ചെയ്തപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നീ ഇതുപോലെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ. എടാ അളിയ, എന്താടാ ഇത്? നിനക്ക് എന്തു പറ്റി? എടാ, നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത് മറക്കരുത്. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞേ. ദൈവം എന്നോട് ക്ഷമിക്കടാ അളിയ. നിർത്ത, ഓടാ പുറത്ത്.